ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രിജീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉത്തപ്പമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ദോശയ്ക്കുള്ള അരി ഉഴുന്ന് നമ്മൾ കുതിർക്കാൻ വേണ്ടി ഇടുകയാണ്. ഒരു നാഴി അരിക്ക് നമ്മൾ ഒരു 1/4 നാഴി ഒരല്പം കൂടി ഉഴുന്ന് എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അരച്ച് വെച്ച് തലേ ദിവസം അരച്ച് വെച്ച് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. ഊത്തപ്പം തയ്യാറാക്കാനുള്ള വെജിറ്റബിൾസ് എടുക്കാം. 1/2 കപ്പ് സവാള, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് തക്കാളി, 1/2 കപ്പ് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ദോശക്കല്ലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദോശക്കല്ല് നല്ല ചൂടായ ശേഷം എണ്ണ നന്നായിട്ട് പുരട്ടിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. അതുമാത്രമല്ല, ദോശമാവിൽ കുറച്ച് ഉപ്പ് ചേർക്കാനും മറക്കരുത്. മാവൊന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് പരത്തിയ ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നെയ്യോ നല്ലെണ്ണയോ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ തിരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ തന്നെ ഇടാൻ മറക്കരുത്. തീ കൂട്ടിയിട്ടാൽ ഇത് പെട്ടെന്ന് വെജിറ്റബിൾസ് എല്ലാം കരിഞ്ഞു പോകും. ദോശ വേവത്തുമില്ല, വെജിറ്റബിൾസ് വേവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ട് തന്നെ അത് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ്ട് നമ്മുടെ ഒരു ഉത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഉത്തപ്പൊടി നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദോശമാവ് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് ദോശമാവ് നല്ല വെന്ത് പോവാത്തതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ ദോശമാവിൽ പിടിക്കും. എന്നാൽ ചട്ടുകം വെച്ചിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് അമർത്തി കൊടുക്കാമെങ്കിൽ നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ ദോശ ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നമ്മളെന്നും ദോശയും ഇഡലിയൊക്കെ നമ്മുടെ വീടുകളിൽ എടുക്കുന്നതാണ്. അപ്പോൾ എന്നും ഒരേപോലത്തെ ദോശ കഴിക്കാതെ ഒരു മാറ്റം വരുത്തി കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിച്ചു നോക്ക്, നല്ല രുചിയാണ്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു കറികളില്ലെങ്കിൽ പോലും ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ദോശയുടെ കൂടെ ഞാൻ എടുത്തിരിക്കുന്ന കറികൾ എന്ന് പറഞ്ഞാൽ ചമ്മന്തിക്കറി എടുത്തിട്ടുണ്ട്, സാമ്പാർ എടുത്തിട്ടുണ്ട്. ചമ്മന്തിക്കറി വെള്ളയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് പച്ചമുളക് അരച്ച ചമ്മന്തിക്കറി, പിന്നെ സാമ്പാറുമാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നല്ല രുചിയാണ് കഴിക്കാൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.